Hey, hello and welcome back to my channel. My name is Manavi and I'm a final Prof BMS student. Today in this video, I'm going to explain you about the second Prof BMS subjects and the books needed for the whole year. So, ഇത് ഒരു ക്വയറി കൂടിയാണ്. അപ്പം അതെന്ന് വെച്ചാൽ സെക്കൻഡ് പ്രൊഫിൽ നമ്മൾക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ട് അതിനൊക്കെ യൂസ് ചെയ്യുന്ന ബുക്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതായത് നമുക്ക് ഉള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ്രവ്യഗുണ വിജ്ഞാനം, പിന്നെ രസശാസ്ത്ര ആൻഡ് ഭൈഷജ്യ കൽപ്പന, രോഗനിദാനം, അഗതതന്ത്രം, സംഹിത ആൻഡ് സിദ്ധാന്ത ആൻഡ് സ്വസ്ഥവ്രത. അപ്പോൾ നമുക്ക് 6 സബ്ജക്റ്റാണുള്ളത്. ഇതിൽ അഗതതന്ത്രത്തിനും അതുപോലെ സംഹിത ആൻഡ് സിദ്ധാന്ത ഇതിന് നമുക്ക് ഒറ്റ പേപ്പർ വീതേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കെല്ലാം 2 പേപ്പേഴ്സ് ഉണ്ട്. അതായത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 2 പേപ്പറുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ദ്രവ്യഗുണ വിജ്ഞാനത്തിൽ നമുക്ക് പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. പേപ്പർ 1 നമുക്ക് ഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും അഷ്ടാംഗ ഹൃദയത്തിൽ കുറേ, അതായത് ഫസ്റ്റ് പ്രൊഫിൽ നമ്മൾ പഠിച്ച കുറേ ചാപ്റ്റേഴ്സ് നമുക്ക് അതിനകത്ത് യൂസ് ആവുന്നുണ്ട്. അപ്പോൾ അഷ്ടാംഗ ഹൃദയം ടെക്സ്റ്റ് വേണം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഹെഗ്ഡെ സാറിൻ്റെ ടെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് പഠിക്കുന്നവർക്ക് പഠിക്കാം. പിന്നെ പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ബുക്കുണ്ട്, അതിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കാണപ്പെടുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇതാണ്. കുറച്ചുകൂടെ നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഒരുപാട് റെഫറൻസുകൾ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് ഇത് ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബുക്കിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് റെഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നമുക്ക് ഫാർമക്കോളജി പഠിക്കാൻ പറ്റും. ഫാർമക്കോളജിയുടെ പോർഷൻസും ഈ ഒരു ബുക്കിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതായതുകൊണ്ട് പേപ്പർ 1 അധികം ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ മോഡേൺ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ ഫാർമക്കോളജി ആണല്ലോ, നമ്മൾ ഇപ്പോൾ ദ്രവ്യഗുണ വിജ്ഞാനത്തിൽ ഡ്രഗ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ മോഡേൺ ആണ് ഫാർമക്കോളജി. ഇപ്പോൾ ഫാർമക്കോളജി പഠിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ആയിക്കോട്ടെ, ഡ്രഗിൻ്റെ വോളിയം, അതുപോലെ തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കാണത്തില്ലേ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് മോഡേൺ കൂടെ ഈ ടെക്സ്റ്റിനകത്ത് ഉള്ളത് കൊണ്ട് സിമ്പിളാണ്. ഇത് പേപ്പർ 1, ഇത് 2 വോളിയം ഉണ്ട്. അത് പേപ്പർ 2ൻ്റെ വോളിയവും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ഗാലറി ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ് ഉപയോഗിക്കാം. അതായത് സെക്കൻഡ് പേപ്പറിൽ മൊത്തം ഉള്ളത് ഈ ഡ്രഗ്സിനെ കുറിച്ച് മാത്രമാണല്ലോ. അപ്പോൾ ഒരു ഡ്രഗിനെ കുറിച്ച് ഇപ്പോൾ ഹരിതയ്ക്ക്, വിപീതയ്ക്ക്, അമലയ്ക്ക്, അതിന് 3നെ കുറിച്ചും സെപ്പറേറ്റ് അത് എന്തൊക്കെയാണ്, അതിൻ്റെ നെയിം തൊട്ട് അത് എന്തൊക്കെ ഫോർമുലേഷൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യം. സെക്കൻഡ് പേപ്പറിൽ മൊത്തം ഓരോ ഇൻഡിവിജ്വൽ വെറ്റ് ഡ്രഗ് ആയിക്കോട്ടെ, ഡ്രൈ ഡ്രഗ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഗാലറി ഓഫ് മെഡിസിനൽ പ്ലാന്റ്സും യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ബുക്കാണ്. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് രസശാസ്ത്ര ആൻഡ് ഭൈഷജ്യ കൽപ്പന. ഇതിനകത്ത് രസരത്ന സമുച്ചയം പറഞ്ഞിട്ടുണ്ട്, രസരത്നാവലി പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി ഞാൻ ഉപയോഗിച്ച ബുക്ക് എന്ന് പറയുന്നത് ഈ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് രസശാസ്ത്രത്തിന് വേണ്ടി മാത്രമുള്ള ഇതൊരു ബുക്കാണ്. പേപ്പർ 1ൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ തിയറീസും ഉണ്ട്, എല്ലാ റെഫറൻസും എഴുതിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, കാരണം പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്, വരപ്പുമുണ്ട്, അല്ലാണ്ട് ആഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ സിമ്പിളായിട്ടും ചാർട്ടുകളായിട്ടായിട്ട് ഇട്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്നും പഠിക്കാതെ നടന്നിട്ട് ലാസ്റ്റ് എക്സാമിൻ്റെ സ്റ്റഡി ലീവിന് കിട്ടുന്ന ആ ഒരു മന്ത് മാത്രം പഠിക്കുന്ന ആൾക്കാരും കാണത്തില്ല. അപ്പോൾ അതാണെങ്കിലും കുറച്ചുകൂടെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. പിന്നെ എന്ന് പറയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് ഭൈഷജ്യ കൽപ്പന. ഇതൊരു ഭൈഷജ്യ കൽപ്പനയുടെ ബുക്കാണ്. ഇത് ഭൈഷജ്യ കൽപ്പന ഫുൾ ഉണ്ട്, അതായത് പേപ്പർ 1ൻ്റെ മാത്രമാണ്. അപ്പോൾ ഇത് നല്ല രസമാണ്. ഇതിനകത്ത് ഇപ്പോൾ പഞ്ചവിധ കഷായ കൽപ്പന, സ്വരസം, കൽക്കം, ക്വാദം, ഹിമഫാണം, അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ സെക്കൻഡറി കൽപ്പനകൾ, അതിനെക്കുറിച്ചെല്ലാം സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്, റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് സെക്കൻഡ് പേപ്പറിന് വേണ്ടിയിട്ട് അതായത് രസശാസ്ത്രത്തിൻ്റെ ഭൈഷജ്യ കൽപ്പന രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ബുക്കിനകത്ത് വരുന്നത്. കാരണം ഇതിനകത്തെന്ന് പറയുന്നത് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇന്ന് നമുക്ക് സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ യോഗങ്ങൾ മാത്രമുള്ളൊരു പേപ്പറാണ്. കുറച്ച് ഡിഫിക്കൽട്ടുമാണ്, എന്നാൽ പഠിച്ചാൽ നല്ല രസമാണ്. ഒരുപാട് യോഗങ്ങളുണ്ട്. ഇപ്പം ആനന്ദഭൈരവ രസം ആയിക്കോട്ടെ, സിതോബലാദി ചൂർണം, ഹിംഗു അഷ്ടക ചൂർണം, അങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷൻ. അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മളത്തേക്ക് യോഗം തന്നിരിക്കും. പിന്നെ അതിനകത്ത് എങ്ങനെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, പൂർവ്വകർമ്മം, പ്രധാനകർമ്മം, പശ്ചാത്തകർമ്മം, അത്
ഒറ്റ സ്ട്രെച്ചിനാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ പൂർവ്വം, പ്രധാനം, പശ്ചാത്തലങ്ങൾ സെപ്പറേറ്റ് എഴുതുക. പിന്നെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എഴുതിയിട്ടുണ്ട്, ഫാർമക്കോ വിജിലൻസ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ സ്ലോഗൻ കഴിഞ്ഞ ആദ്യം എഴുതിയിരിക്കുന്ന ഓരോ ഡ്രഗ്സും എത്ര ക്വാണ്ടിറ്റി വീതം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഡിസീസിന് ഉപയോഗിക്കാം, അതിൻ്റെ പിന്നെന്താണ് ഷെൽഫ് ലൈഫ് ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെയൊക്കെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ബുക്കാണ്. പിന്നെ അടുത്തത് രോഗനിദാനം. അപ്പോൾ ഇതിനകത്ത് മോഡേണും അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് രോഗനിദാനം. രോഗനിദാനത്തിന് 2 ബുക്കുകളാണ് പറയുന്നത്. നമ്മൾ പരമേശ്വര അപ്പ അദ്ദേഹത്തിൻ്റെ പേപ്പർ 1, പേപ്പർ 2ന് 2 ബുക്കുണ്ട്. ഇതിന് 2 വോളിയുണ്ട്. അപ്പോൾ ഈ ബുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് എന്താ, നിഷാ കുമാരിയുടെ ഒരു 2 ബുക്കാണ്. ഇതാണ് നിഷാ കുമാരിയുടെ ബുക്ക്. ഇതിലും പേപ്പർ 1, പേപ്പർ 2 2 ബുക്കാണ് ഉപയോഗിക്കാം. മോഡേൺ ടോപ്പിക്സും ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളാണ്. പക്ഷെ ഞാൻ പേഴ്സണലി ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഒരു പ്രകാശ് സാറിൻ്റെ ഒരു നല്ല ബുക്കാണ്. ഈ ഒരു ബുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പേപ്പർ 1ന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ബുക്ക് ഇതാണ്. ഞാൻ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം ഇതിനകത്ത് പിക്ചേഴ്സ് ഒരുപാടുണ്ട്, ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ട്. എനിക്ക് എക്സാം പേപ്പറിൽ പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിക്ചേഴ്സ് ഉൾപ്പെടുത്താൻ പറ്റിയ അത്രയും നല്ല രസമാണ്. ചാർട്ടുകൾ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്രോതസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇന്നേ വരെ മോഡൽ എക്സാം ആയിക്കോട്ടെ, ടേം എക്സാം ആയിക്കോട്ടെ, ഫൈനൽ എക്സാമിൽ പോലും സ്രോതസ് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ അതേ ടെക്സ്റ്റിലുണ്ടായിരുന്ന പിക്ചേഴ്സ് വരച്ച് വെച്ചിട്ടുണ്ട്. സ്രോതസിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഓരോ സ്രോതസിൻ്റെ സെപ്പറേറ്റ് പിക്ചർ വെച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ ടെക്സ്റ്റ് നല്ലൊരു ഇതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ലാ ടെക്സ്റ്റും കൂടെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മണി ഉണ്ടല്ലോ, അതിൻ്റെ പേയ്മെൻറ്റ് ഇച്ചിരി വലുതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്തത് ഞാൻ ഇതിൻ്റെയൊക്കെ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ ലാഭമാണ്. അപ്പോൾ പിന്നെയുള്ളത് പേപ്പർ 2. പേപ്പർ 2ന് ഞാൻ ഉപയോഗിച്ച ബുക്കാണിത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് വിദുല ഗുജർവാറിൻ്റെ ഒരു ബുക്കാണ്. ഇതൊരു പിങ്ക് കളർ, വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല രസമാണ്. എനിക്ക് പിങ്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ പ്രകാശ് സാറിൻ്റെ ബുക്ക് രോഗനിദാനം, അത് വികൃതി വിജ്ഞാനം. അപ്പോൾ അത് ഒരു പിങ്ക് അല്ല, അത് വൈറ്റ് ആൻഡ് ബ്ലൂ, സ്കൈ ബ്ലൂ കളർ, അതായത് ബേബി ബോയ് അതിൻ്റെ ഒരു ഇതാണ്. ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ. അപ്പോൾ നല്ല രസമാണ്. നല്ലൊരു ബുക്കാണ്. നല്ല രസമായിട്ട് എഴുതി. ഓരോ ഡിസീസിനെ കുറിച്ചാണെങ്കിലും അതായത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആദ്യം ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നിദാന എക്സാംസിനൊക്കെ എഴുതേണ്ടത്. രോഗം ചോദിച്ചാൽ എഴുതേണ്ടത് അതൊരു ഇൻട്രൊഡക്ഷൻ എഴുതണം, നിദാനം നിരുക്തി എഴുതുക, നിദാനം എഴുതുക, പിന്നെ നിദാനം, സംപ്രാപ്തി, ലക്ഷണം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക. പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധ്യ അസാധ്യ അത് കഴിഞ്ഞിട്ട് അതുവരെ എഴുതിയിട്ടുണ്ട്. അത്രയും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നിദാനം, പൂർവ്വരൂപം, അങ്ങനെ കുറച്ച് 5 കാര്യങ്ങളല്ലേ, നിദാന പഞ്ചാംഗങ്ങൾ വരെ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ പിന്നെ അതിനകത്ത് എന്തൊക്കെ പൂർവ്വം, പശ്ചാത്കർമ്മങ്ങൾ, ഈ ഡിസീസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ അത് പറയുന്നുണ്ട്. അത്രയൊന്നും പോകണ്ട, അതൊക്കെ നമുക്ക് ഫൈനൽ പ്രൊഫിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നല്ലൊരു ബുക്കാണ്. പിന്നെ അപ്പോൾ മോഡേണും ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ക്ലിനിക്കൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലിനിക്കിന് വേണ്ടിയിട്ട് നമ്മൾ മാക്ലോയിഡ്സ് അത് ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ ലൈബ്രറിയിൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിക്കണം, നിർബന്ധമുള്ളവർക്ക് വാങ്ങിക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സംഹിത എന്ന സിദ്ധാന്തത്തിന് നമ്മളൊരു അതായത് നമ്മൾ ആദ്യത്തെ 12 ചാപ്റ്റേഴ്സ് ഫസ്റ്റ് പ്രൊഫിൽ തന്നെ പഠിച്ചതുകൊണ്ടും ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സൂത്രത്തിലുള്ള 13 മുതൽ 30 വരെയുള്ള ചാപ്റ്റർ പഠിക്കണം. അപ്പോൾ സൂത്രസ്ഥാനത്തിലുള്ള ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അത് പഠിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് സചിത്ര ചരകമാണ്. അത് ബെസ്റ്റ് ഓപ്ഷനാണ്. അത് എല്ലാവർക്കും ഒരു സചിത്ര ചരകം തന്നെ വേണം. അത് ഞാൻ കമ്പൽസറി ആയിട്ട് പറയുകയാണ്. നല്ല രസമാണ്. കാരണം അത് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. ചാർട്ടും പിക്ചറും ഒക്കെ ഉള്ള ഞാൻ ഒരുപാട് പടം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫൈനൽ എക്സാമിന് വരെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് ചാർട്ടുകളും പിക്ചറുകളും വരെ വരച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത്. കാരണം നല്ല രസമാണ്. ഇപ്പം എനിക്ക് സ്വേദത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 13 തരം സ്വേദങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എല്ലാത്തിൻ്റെയും പടം വരച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ടെക്സ്റ്റിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സചിത്ര ചരകം എനിക്കൊന്ന് മുനിയൽ ആയുർവേദ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു അവരത് ഇറക്കുന്നത്. അതിൻ്റെ നിദാനവും ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ലൊരു ഓപ്ഷനാണ്. അത് സൂത്രത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നിദാനം കൂടി ഉണ്ട്. പിന്നെ ഉള്ളത് ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളത് നമുക്ക് പിന്നെ പഠിക്കേണ്ട സ്ഥാനങ്ങൾ നിദാനം, ശാരീരം, വിമാനം, ഇന്ദ്രിയം. പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പർപ്പിൾ കളറിലുള്ള ബുക്ക് കുഴപ്പമില്ല. എനിക്കത്ര ഇഷ്ടപ്പെടില്ല, പക്ഷേ ഞാൻ ഒരുപാട് എനിക്ക് അത്ര എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയില്ല. ആ ഒരു എഡിഷനാണെന്ന് തോന്നുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനത് ആ ബുക്കിൽ നിന്ന് ആവശ്യമുള്ള പോർഷൻസ് എഴുതി വെച്ചിട്ട്
അതിനകത്ത് എൻ്റേതായിട്ടുള്ള കുറേ പോർഷൻസ് ഒക്കെ ഞാൻ എഴുതി കയറ്റി അങ്ങനെയൊക്കെയാണ് ഞാനത് പഠിച്ചത്. ഓക്കെ, ഈ ഒരു ബുക്ക് അവൈലബിൾ ആണ്. ഇതിനേക്കാളും നല്ല ബുക്കൊക്കെ ഉണ്ട്, ഉള്ള ഒരു ബുക്ക് കൂടെ ഉണ്ട്, ചരക സംഹിത ഇല്ലുസ്ട്രേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് ഈ ഒരു ബുക്കാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല, ഇതിനകത്ത് പിക്ചറുകളുണ്ട്. ഇതൊരു പിങ്കും വൈറ്റ് കോമ്പിനേഷനിലുള്ള ഇതാണ്. പിന്നെ ബ്ലാക്ക് കളറിൽ പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്, അങ്ങനെ വരച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ്, അപ്പോൾ പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അടുത്തത് നമുക്കുള്ളത് അഗതതന്ത്രമാണ്. അഗതതന്ത്രത്തിന് ഈ അഗതതന്ത്രം ഇതിൽ മോഡേണും ആയുർവേദം കൂടി ചേർത്തിട്ട് ഈ ഒരു ബുക്കാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് അഷ്ടാംഗ ഹൃദയത്തിൽ ഉത്തരസ്ഥാനത്തിൽ 1-2 ചാപ്റ്റർ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു പോർഷൻ ഉത്തരസ്ഥാനത്തിൽ ആ 2 ചാപ്റ്റേഴ്സ് മാത്രം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വയ്ക്കുക. ഇൻ കേസ് ഈ ടെക്സ്റ്റും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എമൗണ്ട് 700+ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൈസ് വരുന്നത്. അതിനേക്കാളും നമുക്കത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ മെഡിക്കൽ ജൂറിസ്പ്രുഡൻസ് ആണെങ്കിലും, അതായത് മോഡേൺ ടോപ്പിക്സ് ഉണ്ടല്ലോ. ഇപ്പോൾ IPCനെ കുറിച്ച് തന്നെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്, ഡെത്തിനെ കുറിച്ച് ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. നല്ലൊരു ഇൻഡെക്സും ഉണ്ട്, പിക്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ജാങ്കമ വിഷമൊക്കെ പഠിക്കുമ്പോഴത്തേക്കും സർപ്പങ്ങളെയൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മോഡേൺ കോറിലേഷൻ അത് നല്ല രസമാണ്. പിന്നെ നമുക്ക് ഏതൊക്കെ ആയുർവേദ യോഗങ്ങളുണ്ട് അതിനെയും സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്, അതും നല്ലതാണ്. അപ്പോൾ ഈ ഒരു ബുക്കാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അടുത്തത് സ്വസ്ഥവൃത്തത്തിൽ ശശിരേഖ. നമുക്ക് ഈ കാണുന്ന ആണ് ആ ബുക്ക്. ഇതൊരു എന്ത് കളറാ, ഒരു ബ്രൗൺ കളറാണ് അല്ലേ ശശിരേഖ. ഇതിന് മുമ്പൊരു ഗ്രീൻ കളറിലൊരു ബുക്ക് ഉണ്ടായിരുന്നു, അതായിരുന്നു എൻ്റെ സീനിയേഴ്സൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതിനകത്തുനിന്ന് കുറച്ചുകൂടെ എഡിറ്റഡ് വേർഷനാണ്, കുറച്ചുകൂടെ കണ്ടന്റ് കൂടിയിട്ടുണ്ട്. പേപ്പർ 1 പേപ്പർ 2 കൂടെ ഒറ്റ ടെക്സ്റ്റാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. 2 പേപ്പർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലതുപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർക്ക് ഉണ്ടല്ലോ, പാർക്ക് വേണം, പാർക്ക് ടെക്സ്റ്റ് ഇല്ലാതെ പറ്റില്ല. അതും കൂടെ ഉണ്ടെങ്കിൽ, അതായത് ഒറ്റ തവണയെങ്കിലും പാർക്ക് വായിച്ചിരിക്കണം. ഈ ടെക്സ്റ്റ് വെച്ച് പഠിച്ചാൽ മതി, പക്ഷെ ഇതിൽ ഫുള്ളുണ്ട്. അതായത് ആയുർവേദ പോർഷൻസ്, മോഡേൺ പോർഷൻസ് ഫുള്ളുണ്ട്. പക്ഷേ പാർക്കും കൂടെ വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പാർക്ക് കുറച്ച് ഡിസ്ക്രിപ്റ്റീവാണ് അല്ലേ. അപ്പോൾ പക്ഷെ അത് അറിയണമല്ലോ, നമ്മളിപ്പോൾ ക്ലിനിക്കൽ അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കുമ്പോൾ അതെന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പാർക്ക് കൂടെ വായിച്ചിരിക്കുന്നത്. അപ്പോൾ പാർക്ക് വേണം. ചിലതൊന്നും നമുക്ക് ഇതിനകത്തില്ല, അപ്പോൾ പാർക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്സ്. ഞാൻ ഇപ്പോൾ ശശിരേഖ ആയിക്കോട്ടെ, ശശിരേഖ ഞാൻ പ്രിന്റ് തന്നെയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ കാരണം അതിൻ്റെ എമൗണ്ട് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് പ്രിന്റ് എടുക്കുന്നതിന് നമുക്ക് പഠിച്ചാൽ പോരെ. അതിപ്പോൾ ടെക്സ്റ്റ് തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ. പ്രിന്റ് എടുക്കാം, അല്ലെങ്കിൽ PDF ആയിട്ട് ഫോണിലോ ടാബിലോ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അത് ഡിപ്പെൻസ് ഓൺ യു. പക്ഷേ ഇതൊക്കെയാണ് സെക്കൻഡ് പ്രൊഫിൻ്റെ സബ്ജക്റ്റുകൾ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യുന്നത് നമ്മളൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ അതേ ലൈബ്രറി പോയിട്ട് ഇതൊക്കെ അവൈലബിൾ ആണോ നോക്കുക. എന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബുക്കൊക്കെ എടുത്ത് വെച്ച് 1-2 തവണ അതിൻ്റെ ഇൻഡെക്സും അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതായത് ഡൈജസ്റ്റ് ആവുന്ന അതിൻ്റെ ലാംഗ്വേജ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ എനിക്ക് കളറൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ അതൊക്കെ നോക്കി അതിൻ്റെ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ ഒരു ബുക്ക് എടുക്കുള്ളൂ. അല്ലാതെ എല്ലാവരും ഈ ബുക്ക് വാങ്ങിക്കുന്നു അതുകൊണ്ട് ഞാനും ഇത് വായിക്കാം, അങ്ങനെ ഒരു ഇതില്ല. എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാനത് വാങ്ങിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ടെങ്കിൽ വേറെ പ്രശ്നം വരുന്നില്ലല്ലോ. സിലബസ് ഉണ്ടെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഏത് ബുക്ക് നോക്കി പഠിച്ചാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സബ്ജക്റ്റ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ വീഡിയോ. If you like it, like, share and subscribe and comment below. See you next time. Tata, bye bye.